ആലപ്പുഴ എറണാകുളം ദേശീയപാതയിൽ ഗതാഗതം പ്രതിസന്ധിയിലാണ്. ഒരു വാഹനത്തിന് തകരാറുണ്ടായാൽ മണിക്കൂറുകളോളമാണ് ഗതാഗതം തടസ്സപ്പെടുന്നത്. ദേശീയപാതയിൽ നിർമ്മാണ മേഖലകളിലെ വെള്ളക്കെട്ടും അടിമുടി പാളിയ ഗതാഗത ക്രമീകരണവുമാണ് പ്രതിസന്ധിക്ക് കാരണം. ഇന്നലെ അരൂർ തുറവൂർ പാതയിൽ 4 മണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെട്ടു. അരൂർ മുതൽ കായംകുളം വരെ 56 ഇടങ്ങളിലാണ് നിർമ്മാണം നടക്കുന്നത്. ഇതുവഴി യാത്ര ചെയ്യാൻ മുൻപത്തേക്കാൾ കൂടുതൽ സമയം വേണ്ടിവരും. ഇന്നലെ തുറവൂരിൽ ലോറി തകരാറിലായതോടെ യാത്രക്കാർ പെരുവഴിയിലായി. മാക്കേൽക്കടവ് അരൂക്കുറ്റി റൂട്ടിലേക്ക് വാഹനം തിരിച്ചുവിട്ടതോടെ അവിടെയും വാഹനങ്ങൾ കുടുങ്ങി. വലിയ ചരക്ക് ലോറികളും കണ്ടെയ്നറുകളും ഉയരപ്പാത നിർമ്മാണം നടക്കുന്ന സ്ഥലങ്ങളിലൂടെ കടന്നു പോകുന്നതും ഗതാഗത കുരുക്ക് ഇരട്ടിയാക്കുന്നു. ദീർഘദൂര യാത്ര നടത്തുന്ന ലോറികൾക്ക് MC റോഡ് വഴി തിരിഞ്ഞു പോകണമെന്ന ബോർഡുകൾ സ്ഥാപിച്ചെങ്കിലും ഇത് നടപ്പിലാക്കാൻ അധികൃതരോ പാലിക്കാൻ ഡ്രൈവർമാരോ തയ്യാറായിട്ടില്ല. ചേർത്തല മുതൽ അരൂർ വരെയുള്ള 4 വരിപ്പാത നിർമ്മാണത്തെ തുടർന്ന് 2 വരിയാക്കി ചുരുക്കിയപ്പോൾ സ്വാഭാവികമായും റോഡിലെ തിരക്ക് വർദ്ധിച്ചു. ദേശീയപാതയുള്ള നമ്മുടെ വിഷയം ഈ ആക്സിഡൻ്റ് ആണല്ലോ. ഈ ആക്സിഡൻ്റ് അവിടെ പാലത്തിൻ്റെ അവിടെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ആൾക്കാർ കുറച്ച് അശ്രദ്ധരാകും. ഫ്രീ ആകുമ്പോഴത്തേക്ക് പാഞ്ഞിങ്ങോട്ട് വരും. അങ്ങനെ ആക്സിഡൻറ്റ് ഉണ്ടായിട്ടുള്ളത്. മറ്റേ ആളുടെ കാര്യം കുറച്ച് ഗുരുതരമാണ്. അപ്പുറത്തെ വണ്ടിയുടെ ആളുടെ ആ റെഡ് വണ്ടിയുടെ ഇത് കഴിഞ്ഞ് ഡിസംബറിൽ കുഴിച്ചിട്ടതാണ്. സാധാരണഗതിയിൽ നമ്മൾ സർവീസ് റോഡ് ആദ്യം ചെയ്തിട്ട് ഇത് ചെയ്താൽ നമുക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടാകും. കാരണം ഇവിടെ പ്രശ്നം വരത്തില്ല. അപ്പുറം ഇപ്പുറം വണ്ടി പോയിക്കോളും. ഇത് കഴിഞ്ഞ് ഡിസംബറിൽ കുഴിച്ചിട്ടതാണ്. ഇപ്പോൾ ഇത്ര 5-6 മാസമായി. ഇതുവരെ ഒരു അനക്കമുണ്ടായിട്ടില്ല. ദേശീയപാതയിൽ കായംകുളം ചേപ്പാട് റോഡ്, പുന്നപ്ര, കലവൂർ, കഞ്ഞിക്കുഴി, തുറവൂർ, ചന്തിരൂർ എന്നിവിടങ്ങളിൽ റോഡിലെ കുഴികളിൽ വെള്ളം നിറഞ്ഞ് അപകടങ്ങളും പതിവായി. ബുദ്ധിമുട്ട് തന്നെ. മഴ പെയ്താൽ വലിയ പ്രശ്നമാണ്. കുഞ്ഞുങ്ങളെ കൊണ്ട് പോകാനൊക്കെ വലിയ പ്രയാസമാണ്. ദേശീയപാതയിലാണെങ്കിലും മഴ പെയ്തു കഴിഞ്ഞാൽ ഭയങ്കര വാഹനങ്ങളൊക്കെ ബ്ലോക്കാണ്. ഇപ്പം തന്നെ ഇവിടെ പണി നടക്കുന്നതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇങ്ങോട്ട് ക്രോസ് ചെയ്ത് വരാൻ. അപകടം നടക്കാൻ സാധ്യത കൂടുതലാണ്. വെള്ളം ഇങ്ങനെ കാണയുമായിട്ട് ഒരുമിച്ച് നിൽക്കുന്നതുകൊണ്ട് റോഡും എന്താണ് റോഡാണ് കാണേണ്ടെന്നൊന്നും മനസ്സിലാകത്തില്ല വെള്ളം വരുമ്പോൾ. ഇതോടെ മന്ത്രി P. പ്രസാദ് ഇടപെട്ട് അടിയന്തരമായി ദേശീയപാതയിലെ വെള്ളം നീക്കാൻ നിർദ്ദേശം നൽകി. റോഡിലെ വെളിച്ചക്കുറവ് പരിഹരിക്കാൻ ഇപ്പോഴും നടപടികളായിട്ടില്ല. മഴ പെയ്തുകൊണ്ട് ഇവിടെ ഭയങ്കര കുഴിയാണ്. ഇപ്പോൾ ഇന്ന് ഈ കഴിഞ്ഞ ദിവസമൊക്കെ മഴ പെയ്തിട്ട് ഭയങ്കര കുഴിയായിരുന്നു. വണ്ടിയൊക്കെ വെള്ളത്തിൽ പോയി ഇവിടെ ബ്ലോക്ക് ആവുന്നുണ്ട്. ഇവിടെ വെള്ളം നീക്കണുണ്ട് ഈ സൈഡ് കൊണ്ട്. ദേശീയപാതയുടെ നിർമ്മാണം ആരംഭിച്ചപ്പോൾ ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ പ്രഖ്യാപിച്ച ക്രമീകരണം കൃത്യമായി നടപ്പാക്കാത്തതാണ് ഗതാഗത കുരുക്കിന് കാരണം. ഗതാഗത ക്രമീകരണത്തിന് ബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും ഇതും പലപ്പോഴും ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്നു. ബോർഡുകൾ പലതും തൊട്ടടുത്തെത്തുമ്പോഴാണ് കാണുക. വാഹനം ഓടിക്കുന്നവർക്ക് എവിടെ നിന്നാണ് തിരിഞ്ഞു പോകേണ്ടതെന്ന് അറിയാത്ത സ്ഥിതി. ദേശീയപാതയുടെ നിർമ്മാണം നാടിന് അനിവാര്യമാണ്. നിർമ്മാണ മേഖലകളിൽ ഗതാഗത പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് സ്വാഭാവികവും. എന്നാൽ ചെയ്യേണ്ട ക്രമീകരണങ്ങൾ ചെയ്യാത്ത അധികാരികളുടെ അനാസ്ഥ മൂലം അഴിയാത്ത കുരുക്കുകളായി. ദേശീയപാതയിൽ അങ്ങോളം ഇങ്ങോളം മരണം പതിയിരിക്കുന്ന ചതിക്കുഴികളുമായി. ഷിബിൻ ബഷീറിനൊപ്പം മനീഷ് മഹിബാൽ, 24 ആലപ്പുഴ.